+1 റിസൾട്ട് വന്ന ഉടനെ കുട്ടികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ്, ഇനി മുന്നോട്ട് ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങണോ അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഇപ്പോഴേ ഞാൻ പ്രിപ്പയർ ചെയ്യണോ, രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് രണ്ടും കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മുഴുവൻ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എഡ്യൂപോർട്ടിന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോ സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനപ്പെട്ട ഡേറ്റ്സ് ഇതാണ്. ഓണം എക്സാമിന്റെ ഒഫീഷ്യൽ ടൈം ടേബിൾ വന്നിട്ടില്ല, എന്നാലും അക്കാഡമിക് കലണ്ടറിലെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 11 അല്ലെങ്കിൽ 12 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. മറ്റൊന്നാണ് ഓണം വെക്കേഷൻ വരുന്നത്. ഓണം വെക്കേഷൻ ഒഫീഷ്യലി ടൈം ടേബിൾ അക്കാഡമിക് കലണ്ടർ പറയുന്നത് ഓഗസ്റ്റ് 21 ഒക്കെ തൊട്ടിട്ട് ഓഗസ്റ്റ് 30 വരെയുള്ള ആ റേഞ്ചിലായിരിക്കും. മേ ബി ഒരു ±1-2 ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, അത്രേ സംഭവിക്കുള്ളൂ. ഓൾമോസ്റ്റ് ആ ഡേറ്റ് കൺഫേംഡ് ആണ്. ഈ കാര്യത്തിൽ ഇപ്പോഴും എന്തില്ല, ഒരു 100% സെർട്ടനിറ്റി ഇല്ല. വിദ്യാഭ്യാസ മന്ത്രി അധികാരത്തിലേറ്റ ഉടനെ പറഞ്ഞിരുന്നു +1 ഇംപ്രൂവ്മെന്റ് ഇത്തവണ നേരത്തെ നടത്തും, ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ നടത്തും എന്ന് പറഞ്ഞു. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു കുറിപ്പ് ഇറക്കി, അതിൽ ഓഗസ്റ്റിൽ നടത്തുന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. എന്നാലും മനസ്സിലാക്കുന്നത് ഈ വർഷം എന്ത് ചെയ്യും, +1 ഇംപ്രൂവ്മെന്റ് നമുക്ക് സെപ്റ്റംബർ അവസാന വീക്കിലോ ഓർ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലോ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് സെപ്റ്റംബർ 24 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ തൽക്കാലം മനസ്സിലുണ്ടെന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാം. അതായത് സെപ്റ്റംബർ 24 ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന രീതിയിൽ നമുക്കിപ്പോൾ മുന്നോട്ട് പോകാം. അൺലെസ് അതല്ല എന്ന് പറയുന്നത് കേട്ടോ. ചില ടീച്ചേഴ്സും ചില മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്, അവർ പറയുന്നു അത് മാർച്ചിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഒഫീഷ്യൽ അല്ല, അതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കേണ്ട. അപ്പൊ നമുക്ക് സെപ്റ്റംബർ 24 ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന രീതിയിൽ നമ്മൾ പ്ലാൻ സെറ്റ് ആക്കും, നമ്മൾ പഠിക്കുന്നു, ബാക്കി വരുന്നോർത്ത് വെച്ച് നമ്മൾ കാണും. റെഡി? അപ്പോൾ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല, +1 ഇംപ്രൂവ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ +1 മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഡിസിഷൻ എടുത്താൽ ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ഡേയ്സിൽ നിങ്ങൾ ഒരു 14 ദിവസത്തെ സ്റ്റഡി പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാമിന് പഠിക്കാനുള്ള 17 അല്ലെങ്കിൽ 18 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കൂളായിട്ട് കവർ ചെയ്യാം. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. എഡ്യൂപോർട്ട് തന്നെ ഒരു 14 ഡേയ്സ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലംസ്. നിങ്ങൾക്ക് ഇത് മാത്രം ചെയ്താൽ മതി, ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ആലോചിക്കേണ്ട. എന്നാൽ എനിക്കറിയാം നിങ്ങളുടെ മെജോറിറ്റി പേര് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, അവർക്കാണ് കൂടുതൽ കൺഫ്യൂഷൻ. അപ്പോൾ അവർക്ക് ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇത് മുഴുവൻ കേൾക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് നിങ്ങൾ ഏത് ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തത് ജൂലൈ 25 അപ്പോൾ നിങ്ങൾ എന്നാണോ നിങ്ങൾ കാണുന്നത് ആ ഡേ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ജൂലൈ 25 ചെയ്തു, നിങ്ങൾ 26 or 27 ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഓഗസ്റ്റ് 10 തീരുന്നവരെയുള്ള നമ്പർ ഓഫ് ഡേയ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ആ ഡേയ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ +2 കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഓണം എക്സാമിനുള്ള ഒരു 17 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളൊരു ജൂലൈ 25 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര, ഓഗസ്റ്റോടെ 10 ദിവസം കിട്ടും, ഇവിടെ ഒരു 6 ദിവസം കിട്ടും. അപ്പോൾ രണ്ടും കൂടി 16 ദിവസം അറ്റ്ലീസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് +2 ചാപ്റ്റേഴ്സ്, ഓണം എക്സാം ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ എൻ്റെ റിക്വസ്റ്റ് ആണ്, ആൻഡ് നിങ്ങൾ ചെയ്യും വേണം, +1 ഇംപ്രൂവ്മെന്റ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിടാം. നിങ്ങളോടത് കംപ്ലീറ്റ് തീർക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്സ് +1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 പാഠം നിങ്ങൾക്ക് അറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ 2-3 പാഠം ജസ്റ്റ് ഒന്ന് തുടങ്ങിയിടാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്, ഞാൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന് വെക്കാനും. പിന്നെ അറ്റ്ലീസ്റ്റ് തുടങ്ങിയിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും ചെയ്യും. ഒരിക്കലും തീർക്കേണ്ട, ഒരു 2-3 പാഠം അവിടെ തുടങ്ങിയിടാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സ് ചെയ്യാൻ പോകുകയാണെങ്കിൽ മാത്സിലെ സെറ്റോ റിലേഷനൊക്കെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അതിനൂടെ +2 റിവൈസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓഗസ്റ്റ് 21 പോയി കഴിഞ്ഞാൽ, അതായത് പിന്നെ ഓണം എക്സാമിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒന്നും പഠിക്കുന്നില്ല. ഓണം എക്സാമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട കേട്ടോ. അതായത് +1 ഒന്നും പഠിക്കേണ്ട, +2 പഠിക്കണം. ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, വേറെ ഒന്നും തുടണ്ട. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 21 നമുക്ക് ഓണം വെക്കേഷൻ തുടങ്ങി വിചാരിക്കും. ഓണം വെക്കേഷനിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തിരുവോണം, അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ട ഡേയ്സ് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകണം. അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും കേരളത്തിൻ്റെ ആഘോഷമാണ്. അപ്പോൾ അതിലൊരു കുറച്ച് ഡേയ്സ് ഒക്കെ മാറ്റി വെക്കും, 3-4 ദിവസം മാറ്റി വെക്കാം. 4 ദിവസം വേണ്ട, ഒരു 3 ദിവസമൊക്കെ മാറ്റി വെക്കാം. ബാക്കി ദിവസം നിങ്ങൾ കട്ടപ്പടുത്തം പഠിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു സ്കൂളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി, വൈകിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ എത്ര മണിക്ക് എത്തുക, ഒരു 5 മണി 6 മണിക്കല്ലേ എത്തുക. അത്രയും നേരം നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ വെക്കേഷനിൽ സ്കൂളൊന്നുമില്ല. അത്രയും നേരം നിങ്ങൾ എത്ര നേരമാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെലവഴിക്കുന്നത്, അത്രയും ടൈം ഓണം വെക്കേഷനിലെ ഡേയ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 8 hours സ്പെൻഡ് ചെയ്യാൻ പറ്റും. 8 hours സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. 8 hours സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി എൻജോയ്മെന്റ്സും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനും സമയം ഉണ്ടാവും. ആ 8 hours സ്പെൻഡ് ചെയ്ത് വെക്കേഷൻ, നിങ്ങൾ വെക്കേഷനിൽ നിങ്ങൾ +1 ഇംപ്രൂവ്
ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പറയുന്ന ഒരു 75% പോർഷൻസ് തീർക്കണം. നിങ്ങൾ എത്ര സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവരും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഒരു ഡെയിലി 8 hours നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓണം വെക്കേഷൻ തന്നെ നിങ്ങൾ ഇവിടെ തുടങ്ങി വെക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 75% നിങ്ങൾ വെക്കേഷൻ ആകുമ്പോൾ തീർത്ത് വെക്കുന്നു. അത് ചെയ്താൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ, നമുക്കൊരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ September 24 അപ്പോൾ ഡേറ്റ് ഇട്ടിരിക്കുന്നത്, ചിലപ്പോൾ അത് കുറച്ച് മുന്നോട്ടോ കുറച്ച് അങ്ങോട്ടോ നീളാൻ ചാൻസ് ഉണ്ട്. ഇനി മുന്നോട്ട് നീണ്ടാലും അങ്ങോട്ട് ലേറ്റ് ആവുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു 100%ലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മോക്ക് എക്സാം എഴുതാൻ പറ്റും. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാണ്, ജസ്റ്റ് തലേ ദിവസം ലൈവ് കണ്ടിട്ടോ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് സംഭവിക്കാൻ പോകുന്നില്ല. ഇംപ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കണം, മോക്ക് എക്സാംസ് എഴുതണം, റിവൈസ് ചെയ്യണം. അപ്പോൾ അതിന് ലാസ്റ്റ് ആ ഒരു 24-ാം തീയതിയാണ് എക്സാമിൽ. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ September 24 അവന് ഫിസിക്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നെങ്കിൽ അവന് +1 ചെയ്ത പോലെ സെപ്റ്റംബർ എന്ത് ചെയ്യും, സെപ്റ്റംബർ ഒരു 20-ാം തീയതി എഡ്യൂപോട്ടെ വേറെ ആരെ ലൈവ് കണ്ട് പഠിക്കാൻ നോക്കും. അവന് മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് അവന് ഇംപ്രൂവ്മെന്റ് സംഭവിക്കാൻ പോകുന്നില്ല. അവൻ ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ, അതുകൊണ്ട് കാര്യമില്ല. അതേ പഠിത്തം അവന് +1 പഠിച്ചിട്ടാണ് അവൻ അങ്ങനെ ആയത്. അപ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടി വരും, ആ ഫൈനൽ 4 days അവന് ലൈവ് ഒന്നും മറ്റും കാണാതെ ആ 4 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിവിഷൻസ്, മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയാലേ അവന് ഇമ്പ്രൂവ്മെന്റ് സംഭവിക്കുള്ളൂ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ +1 ഇമ്പ്രൂവ്മെന്റ് തിയറി തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ലാസ്റ്റ് ഡേയ്സ് കിട്ടും. അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ പ്ലാന്. അപ്പോൾ ഒന്നുകൂടി റിവൈസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് September 24 എക്സാമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു September 10 അല്ലെങ്കിൽ 15 തിയറി തീർത്ത് അവസാനത്തെ ഒരു 10 days റിവിഷനും മോക്ക് എക്സാമിനും മാറ്റി വെച്ചാൽ പൊളിയാവും. ഇനി എങ്ങനെ പഠിക്കണം എന്നാണെങ്കിൽ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, എഡ്യൂപോട്ടെ സൂപ്പർ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പ്ലാൻ ഉണ്ട്. ഇല്ലാത്ത സ്റ്റുഡൻസും ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുതരാം. സൂപ്പർ ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എഡ്യൂപോട്ട് +2ന്റെ ഒരു 14 days സ്റ്റഡി ചലഞ്ച് എഡ്യൂപോട്ട് ആപ്പിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതവിടെ നടക്കും. ഇനി ഇമ്പ്രൂവ്മെന്റ് ഞാൻ നേരത്തെ പറയാം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. നമ്മളിപ്പോൾ ഇവിടെ ലൈവ്സ് ഒന്നും തരുന്നില്ല. വെക്കേഷനിൽ, ഓണം വെക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, +1 ഇമ്പ്രൂവ്മെന്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ ലൈവ്സ് ഉണ്ടായിരിക്കും. വെക്കേഷനിൽ +1 ഇമ്പ്രൂവ്മെന്റ് ലൈവ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. റെഡി? ഇനി അപ്പോൾ നിങ്ങൾ അത് മാത്രം ഫോളോ ചെയ്ത് നിങ്ങൾ ഒന്നും അറിയണം, നിങ്ങളുടെ പ്ലാൻ ഞങ്ങൾ സെറ്റ് ആക്കി തരും, സൂപ്പർ ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ കേട്ടോ. ഇനി സൂപ്പർ ബാച്ച് സ്റ്റുഡൻറ് അല്ല നിങ്ങളെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സ്റ്റിൽ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ പെയിനും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. മീൻസ് ഒരു ഓർഗനൈസേഷൻ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത് സ്റ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല സാർ, വേറെ ട്യൂഷൻ ഉണ്ട്, ഓക്കെ, നോ പ്രോബ്ലം. അവിടെ നിങ്ങൾ ഇതേപോലെ ഒരു സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാം. സ്വന്തമായി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് എത്ര ദിവസം പഠിക്കാൻ എനിക്ക് കിട്ടും, എത്ര ദിവസം എനിക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, എത്ര ദിവസം എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അറിയാം. നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൽഫായിട്ടൊരു പ്ലാൻ വേണം. അപ്പോൾ ബാച്ചിലൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്ലാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഇടണം. അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അതിനായിട്ട് ഷെഡ്യൂളിംഗ് ഉണ്ട്. ഇവിടെ ഷെഡ്യൂളിംഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുക. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ്സ് ഒക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ സ്വയം ഒന്ന് പ്ലാൻ ചെയ്തു നോക്കുക കേട്ടോ. റെഡി? ഇനി എഡ്യൂപോട്ടെ സൂപ്പർ ബാച്ചിനെ ജസ്റ്റ് ഇത് വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് +2 നിങ്ങൾക്ക് കിട്ടും. സൂപ്പർ ബാച്ച് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാർച്ച് വരെയുള്ള കംപ്ലീറ്റ് കോഴ്സും കിട്ടും. ഓണം എക്സാം ഇപ്പോൾ നടക്കുന്ന റിവിഷൻ നിങ്ങൾക്ക് ഭാഗമാവാം. ആൻഡ് ഇംപ്രൂവ്മെന്റ് നമ്മൾ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നതായിരിക്കും. എല്ലാം 5499 എന്ന് പറഞ്ഞാൽ സൂപ്പർ ബാച്ച് ഫീസിന് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അപ്പോൾ ഡോണ്ട് വറി, ഇത്രയും കാലം നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഈ ബാച്ച് ജോയിൻ ചെയ്താൽ മതി. ഇനി ഓൾറെഡി ബാച്ച് ഉള്ളവർ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഈ ഓണം എക്സാം റിവിഷൻ ഓൾറെഡി നടക്കുന്നത്, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താഴെ ഒരു ഫോം ഉണ്ട്, ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, ബൈ.